السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين، أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولمشائخنا ولتلامذتنا ولجميع المؤمنين والمؤمنات. മൗഖൂഫ് അലൈഹി, അതിൻ്റെ അവസാനത്തെ കണ്ണി മുറിഞ്ഞാൽ പിന്നെ അത് നൽകേണ്ടത് വാഖിഫിൻ്റെ കുടുംബക്കാർക്കാണ്. കാരണം കുടുംബക്കാർക്ക് ചെയ്യുന്ന സദഖയാണ് ഏറ്റവും ഉത്തമം, അവരിൽ നിന്ന് ഏറ്റവും പാവപ്പെട്ട ആളുകൾക്ക്. ഇനി മറ്റൊരു മസല പറയുന്നത്, കുടുംബക്കാർക്ക് നൽകണമെന്നുണ്ടെങ്കിൽ ആരാണ് വഖഫ് ചെയ്തത് എന്നറിയണമല്ലോ. വഖഫ് ചെയ്തത് ആരാണെന്ന് അറിയാത്തൊരു സാഹചര്യം വന്നു. അല്ലെങ്കിൽ വഖഫ് ചെയ്യപ്പെട്ട ആളുകൾ അറിഞ്ഞിട്ടുണ്ട്, കുടുംബക്കാരൊന്നുമില്ലെങ്കിൽ, കുടുംബക്കാർ പാവങ്ങളില്ലെങ്കിൽ, പിന്നെ അത് മുസ്ലിമീങ്ങളുടെ പൊതു നന്മക്ക് വേണ്ടി അത് നൽകണമെന്നാണ് അതിൻ്റെ നിയമം. മുസ്ലിമീങ്ങളുടെ മസാലിഹുൽ മുസ്ലിമീന് നൽകണം. ഒരഭിപ്രായത്തിൽ നാട്ടിലെ വഖഫ് ചെയ്യപ്പെട്ട വസ്തുവിൻ്റെ നാട്ടിലെ പാവങ്ങൾക്ക് മിസ്കിന്മാർക്ക് നൽകണം എന്നൊരഭിപ്രായവും പറയുന്നുണ്ട്. ഏതായാലും വഖഫ് ബാത്തിലാകാൻ പോകുന്നില്ല. വഖഫ് ബാത്തിലാകാത്ത രൂപമെന്ന് പറയുന്നത് ആർക്കാണ് വഖഫ് ചെയ്തത് എന്ന് പറയാത്ത രൂപമാണ്. പിന്നെ ആർക്കാ കൊടുക്കുക? വസിയത്തിലാവുമ്പോൾ പിന്നെ ഇനി ആർക്കാണ് വസിയത്ത് ചെയ്തത് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും സാധാരണ വസിയത്ത് സാധുക്കൾക്കാണ് വസിയത്ത് ചെയ്യാറ്, സാധുക്കൾക്ക് കൊടുത്താൽ മതി. വഖഫ് അങ്ങനെയല്ലല്ലോ. അപ്പോൾ വഖഫിൽ അതിൻ്റെ മസ്രിഫ് പറയണം, ആർക്കാണ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെയാണ് വഖഫ് ചെയ്തു, അതിൻ്റെ ആദ്യത്തെ കണ്ണി വ്യക്തമല്ലെങ്കിലും രണ്ടാമത്തെ കണ്ണി വ്യക്തമാണ്. ഉദാഹരണത്തിന് എൻ്റെ ഖബറിന്മേൽ പുറത്ത് പോകുന്ന ആളുകൾക്ക് വഖഫ് ചെയ്തു എന്ന് പറയുമ്പോൾ അവൻ മരിച്ചിട്ടില്ലല്ലോ, അവിടെയും വഖഫ് ബാത്തിലാണ്. അല്ലെങ്കിൽ മരണശേഷം വഖഫ് ചെയ്തു എന്ന് പറഞ്ഞാൽ മതി, അപ്പോൾ അത് വസിയത്താകും. മരണശേഷം വഖഫ് ചെയ്യുന്നതിന് വസിയത്ത് എന്നാണല്ലോ പറയാം. ഇപ്പോൾ തന്നെ എൻ്റെ ഖബറും പുറത്ത് ഓതുന്നവർക്ക് വഖഫ് ചെയ്തു എന്ന് പറഞ്ഞാൽ ശരിയാവില്ല, കാരണം ഖബർ എവിടെയെന്ന് അറിയില്ല. അങ്ങനെ വഖഫ് ചെയ്യാനൊക്കെ ഖുർആൻ ഓതാനൊക്കെ വഖഫ് ചെയ്താൽ അവിടെ കുറച്ച് നീലൊക്കെ ഓതിയാൽ മതി. യാസീൻ തന്നെ ഓതലൊന്നുമില്ല, സാധാരണ യാസീനാണ് ഓതലെങ്കിലും യാസീൻ എന്ന് വ്യക്തമാക്കി പറയാത്ത കാലത്തോളം കുറച്ച് ഓതിയാലും കടമ വീടും. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ യാസീൻ ഓതുക എന്നുള്ളതാണ് പതിവ്. അങ്ങനെയാകുമ്പോൾ അത് ചെയ്യേണ്ടി വരും കേട്ടോ, ഒരു പതിവൊന്നും ഇല്ലെങ്കിലായി പറയുന്നത്. അല്ലെങ്കിലും വഖഫിൻ്റെ പൊതു നിയമം എന്താണെന്ന് വെച്ചാൽ, വഖഫ് ചെയ്യുന്ന ആളുടെ നാട്ടിലെ സമ്പ്രദായവും പതിവും നടപ്പും പാലിക്കപ്പെടുക എന്നുള്ളതാണ്. ശ്രദ്ധിക്കുക, ഞാനൊന്ന് അർത്ഥം വെക്കുകയാണ്, നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഫഇല്ലം യോറഫ് അർബാബുൽ വഖഫി, വഖഫ് ചെയ്ത ആളുകളെ, അസ്ഹാബിനെ, വാഖിഫുകളെ അറിയപ്പെട്ടിട്ടില്ലെങ്കിൽ, അർബാബുൽ വഖഫിന് അറിയപ്പെട്ട, റബ്ബ് എന്ന് പറഞ്ഞാൽ ഉടമസ്ഥർ, ഔ മരിഫ, അല്ലെങ്കിൽ അറിയപ്പെട്ടു പക്ഷേ വലം യകുൻ അഖാരിബു, കുടുംബക്കാരില്ലെങ്കിൽ. കുടുംബക്കാരുണ്ടെങ്കിൽ കുടുംബക്കാരിലേക്കാണ് കൊടുക്കേണ്ടത്, നേരത്തെ പറഞ്ഞല്ലോ. അല്ലെങ്കിൽ ഔലം വലം യകുൻ ലഹു അഖാരിബു ഫുഖറാഉ, അവന് പാവങ്ങളായ കുടുംബക്കാരും ഇല്ലെങ്കിൽ, ബൽ ഖാനു അഗ്നിയ, പിന്നെ അവരൊന്നും പാവങ്ങളല്ല, വനിയ്യുകളാണ്, മുതലാളിമാരാണ്. മുതലാളിമാരെന്ന് പറഞ്ഞാൽ ബഹുമൻ ഹർമത്ത് അലൈഹി സക്കാത്തു, സക്കാത്ത് ഹറാമായ വിഭാഗം, സക്കാത്ത് വാങ്ങൽ നിഷിദ്ധമായ വിഭാഗം. അങ്ങനെയാകുമ്പോൾ
സ്വറഫഹുൽ ഇമാമു, ഭരണാധികാരി, ഖാദിയാരുണ്ടെങ്കിൽ ഖാദിക്ക് കുറേ ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്, മാസുറപ്പിക്കണ പണി മാത്രമൊന്നുമല്ല. ഭരണാധികാരി അതിനെ തിരിക്കേണ്ടതാണ് ഫി മസാലിഹിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ പൊതു നന്മകൾക്ക് വേണ്ടി. റോഡുണ്ടാക്കാൻ, പാലുണ്ടാക്കാൻ, ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കാൻ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, ചികിത്സാ കേന്ദ്രങ്ങൾ, ഹോസ്പിറ്റല്, പള്ളി, മദ്രസ ഒക്കെ പറ്റും. വഖാല ജമ്മുൻ, ഒരു സംഘം പണ്ഡിതന്മാർ പറയുന്നത് യുസ്റഫു ഇലൽ ഫുഖറാഇ വൽ മസാക്കീൻ, അവർക്ക് കൊടുക്കണമെന്നാ. എവിടെയുള്ള ഐ അഥവാ ബിവലദിൽ മൗഖൂഫ്, വഖഫ് ചെയ്യപ്പെട്ട വസ്തു നിലകൊള്ളുന്ന നാട്ടിലെ. വലായബത്തുൽ വഖഫ് അലാ കുല്ലി ഹാലിൻ, എങ്ങനെയാരും വഖഫ് ബാത്തിലാകുന്നില്ല. ആളില്ലാന്ന് കരുതിയിട്ട് വഖഫ് ബാത്തിലാകുന്നില്ല. കുടുംബക്കാർക്ക് നൽകണം, അല്ലെങ്കിൽ ഫുഖറാക്കൾക്ക് നൽകണം, മിസ്കീന്മാർക്ക് നൽകണം എന്നൊക്കെയാണല്ലോ. അപ്പോൾ കുടുംബങ്ങളില്ലെങ്കിൽ ഫഖീർ മിസ്കന്മാർക്ക് കൊടുക്കണം. ബൽ യകൂനു മുസ്തമിറൻ അലൈഹി, അത് ആ വഖഫിൽ തന്നെ നിലകൊള്ളും. വഖഫ് ബാത്തിലാവില്ല, വെക്കാനൊന്നും പറ്റില്ല, അതിൻ്റെ ആളുകൾക്ക് എടുക്കാനും പറ്റില്ല. പക്ഷേ ബാത്തിലാകുന്ന രൂപമുണ്ട്. ഇല്ലാ ഫീമാലം യുദ്ക്കർ അൽ മസ്രിഫ്, ഈ വഖഫ് എവിടെയാണ് വിനിയോഗിക്കപ്പെടേണ്ടത് എന്ന് പറയപ്പെടാത്ത സന്ദർഭത്തിൽ ഒഴികെ. ഉദാഹരണം, വഖഫ്തു ഹാദാ എന്ന് മാത്രം പറഞ്ഞു, അല്ലെങ്കിൽ വൈൻ ഖാലൽ ഇല്ല എന്നുകൂടി കൂട്ടി പറഞ്ഞു. എങ്ങനെയായാലും അള്ളാഹ്ക്ക് വേണ്ടി വഖഫ് ചെയ്തു, അല്ലെങ്കിൽ ഞാൻ ഇത് വഖഫ് ചെയ്തു എന്നൊക്കെ പറയുന്നിടത്ത് മസ്രിഫ് എവിടെയാണത് വിനിയോഗിക്കേണ്ടത് എന്ന് പറയാത്തതുകൊണ്ട് വഖഫ് ബാത്തിലാണ്. ലിയന്നൽ വഖഫ, കാരണം വഖഫ് യഖ്തദി തംലീകൽ മനാഫി, അതിൻ്റെ ഉപകാരം മറ്റുള്ളവർക്ക് ഉടമപ്പെടുത്തി കൊടുക്കണമെന്നതിനെ തേടുന്നുണ്ട് അല്ലേ. വഖഫ് പറയുമ്പോൾ അതിൻ്റെ ഇവൻ്റെ വാഖിഫിൻ്റെ ഉടമസ്ഥാവകാശം ഏത് വസ്തുവിൻ്റെ അല്ല, അതിൻ്റെ ഉപകാരങ്ങളുടെ ഉടമസ്ഥാവകാശം മറ്റൊരാൾക്ക് നൽകണമെന്ന് തേടുന്നുണ്ട്, യഖ്തദി തേടുന്നുണ്ട്. അപ്പോൾ വൈദാലം യുഅയ്യിൻ മുതമല്ലിക്കൻ, അപ്പോൾ അത് ഉടമയാക്കുന്ന ഒരു വ്യക്തിയെ അവൻ നിർണയിക്കാതിരിക്കുമ്പോൾ ബാത്തല, അത് ബാത്തിലായി. അപ്പോൾ ആർക്കാണെന്ന് പറയണം. അടുത്തത്, അപ്പോൾ വസിയ്യത്ത് പറ്റുമല്ലോ എന്നുള്ള ചോദ്യത്തിന് മറുപടി, മസ്രിഫ് പറയാത്ത വസിയ്യത്ത് പറ്റുമല്ലോ, അത് പറ്റും. വൈന്നമാ സഹ ഔസൈതു ബി സുലുസി, എൻ്റെ സ്വത്തിൻ്റെ 1/3 ഞാൻ വസിയ്യത്ത് ചെയ്തു എന്ന് പറയുന്നത് ശരിയാണ്. വസുരിഫ് അലി മസാക്കീൻ, അത് മിസ്കീന്മാർക്ക് നൽകപ്പെടുകയും ചെയ്യും. അതെന്തുകൊണ്ട്? എന്ന ഖാലിബൽ വസ്വായ, കാരണം വസിയ്യത്ത് അധികവും ലഹും പാവങ്ങൾക്കാണല്ലോ ഉണ്ടാവാറുള്ളത്. അതുകൊണ്ടാണ് അവിടെ ആളുകളെ പറയാതെ വസിയ്യത്ത് ചെയ്തെടുത്ത് സാധുക്കൾക്ക് കൊടുക്കണം, വസിയ്യത്ത് സ്വഹീഹ് ആകും എന്ന് പറയാൻ കാരണം. അഥവാ ഫഹ്മിലൽ ഇത്ലാഖു, ഒന്നും പറയാത്ത ഒരവസ്ഥയെ ചുമത്തപ്പെട്ടു, അലൈഹിം മിസ്കിന്മാരുടെ ചുമത്തപ്പെട്ടു. കാരണം ഗാലിബ് അങ്ങനെയാണ്, നാടുകളിലൊക്കെ നടക്കുന്ന മിക്ക വസിയ്യത്തുകളും സാധുക്കൾക്ക് വേണ്ടിയാണ്. അപ്പോൾ ഗാലിബിന് ഹുക്കുമുണ്ട് എന്നാണല്ലോ പറയാറുള്ളത്. അതുപോലെ വഖഫ് സഹിയാകാത്ത രണ്ടാമത്തെ സ്ഥലം, ഒന്നാമത്തെ പറഞ്ഞു ഇല്ലാ ഫീമാലം യുദ്ക്കറിൽ മസ്രിഫ് പറയാത്ത രൂപത്തിൽ. ഇല്ലാ ഫീ മുങ്കത്തി ഇല്ലബലി, വഖഫിൻ്റെ ആദ്യ കണ്ണി ശൂന്യമായെടുത്തും മുറിഞ്ഞെടുത്തും. വഖഫ്തുഹു അലാമൻ യഖറഉ അലാ ഖബരി ഔ അലാ ഖബരി അബി വഹുവ ഹയ്യുൻ, എൻ്റെ ഖബറുംപുറത്തോ എൻ്റെ വാപ്പാൻ്റെ ഖബറുംപുറത്തോ ഓതുന്ന ആളുകളുടെ മേൽ ഞാൻ വഖഫ് ചെയ്തു എന്ന് പറഞ്ഞു. സത്യത്തിൽ അവരൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ട്. ഫയബത്തുലു, അത് ബാത്തിലാണ്. അല്ലെങ്കിൽ പിന്നെ പറയണം ഞാൻ വഖഫ്തുഹു അൽ ആന ഔ ബഅദ മൗതി അലാമൻ യഖറഉ അലാ ഖബരി ബഅദ മൗതി. എൻ്റെ ഖബറും പുറത്ത് ഓതുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ ഖബറില്ലാത്തതുകൊണ്ട് ആരാണെന്ന് പിടുത്തമില്ലാത്തതുകൊണ്ടാണല്ലോ ബാത്തിലാകുന്നത്. അവൻ എന്ത് പറഞ്ഞു? ഞാൻ ഇപ്പോൾ വഖഫ് ചെയ്തു, അല്ലെങ്കിൽ എൻ്റെ മരണശേഷം വഖഫ് ചെയ്തു, എൻ്റെ ഖബറും പുറത്ത് ഓതുന്ന ആളുകളുടെ മേൽ. ബാദമൂത്തി എപ്പോഴാണ് ഓതുന്നത്?
മരിച്ചതിന് ശേഷം എൻ്റെ ഖബറിന്മേൽ ഓതുന്നവർക്ക് വഖഫ് ചെയ്തു എന്ന് പറഞ്ഞ വിഷയവും. കാരണം മരിച്ചതിന് ശേഷം ഓതുന്ന ആൾക്കാരെ കിട്ടുമല്ലോ. ആദ്യത്തെ അടുത്ത ഇല്ല, എൻ്റെ ഖബറും പുറത്ത് ഓതുന്ന ആളുകളുടെ മേൽ വഖഫ് ചെയ്ത് പറഞ്ഞു കൊടുത്ത് ഇപ്പം ആ ആൾക്കാരില്ല. ഇവിടെ അങ്ങനെയല്ല പറഞ്ഞത് ബിഖിലാഫി. എന്നാൽ ഈ പറയുന്നത് ശരിയാകും. ബിഖിലാഫി എന്ന് പറഞ്ഞാൽ മുൻഖത്തിയു ലവലിൽ ശരിയാകൂല എന്ന് പറഞ്ഞിട്ടൊരു ഉദാഹരണം പറഞ്ഞു. വഖഫ്തുഹു അലാമൻ യഖ്റഉ അലാ ഖബ്രി വഹുവ ഹയ്യുൻ ഔ അലാ ഖബ്രി അബി. അതേ സമയത്ത് ബിഖിലാഫി ശേഷം പറയാൻ പോകുന്നത് അപ്രകാരമല്ല. ഏതാ ശേഷം പറയുന്നത്? വഖഫ്തുഹുൽ ആൻ, ഇപ്പോൾ ഞാൻ വഖഫ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ മരണശേഷം ഞാൻ വഖഫ് ചെയ്തിരിക്കുന്നു. അലാമൻ യഖ്റഉ അലാ ഖബ്രി ബഅദ മൗതി, ഞാൻ മരിച്ചതിന് ശേഷം എൻ്റെ ഖബറിൻ്റെ മേൽ ഓതുന്നവരുടെ മേൽ എന്ന് പറയുന്നിടത്ത് അത് ശരിയാകും. കാരണം അത് വഖഫല്ല, അത് വസിയ്യത്താണ്. കാരണം അത് മരണത്തോട് ബന്ധപ്പെടുത്തിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ വസിയ്യത്താണ് എന്ന് വെക്കുമ്പോൾ ഫൈൻ ഖറജ മിന സുലുസി, വസിയ്യത്ത് മൊത്തം സ്വത്തിൻ്റെ 1/3 മാത്രമേ ശരിയാവുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് ചെയ്താൽ അത് ശരിയാവില്ല എന്നാണ് നിയമം. അപ്പോൾ അത് സുലുസിൽ വരുന്നതാണെങ്കിൽ ഫൈൻ ഖറജ മിന സുലുസി, ആ പറഞ്ഞത് അവൻ്റെ സ്വത്തിൻ്റെ 1/3 ഉൾപ്പെടുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ കൂടുതലുണ്ട്, ഔ ഉജീസ, മറ്റുള്ള അനന്തരാവകാശികൾ അത് അനുവദിച്ചാൽ, വഉരിഫ ഖബറുഹു, അവൻ്റെ ഖബർ അറിയപ്പെടുകയും ചെയ്താൽ സ്വഹത്ത് സ്വഹിയാകും. ഇല്ല 1/3 പുറത്താണ്, അല്ലെങ്കിൽ 1/3 അധികമുണ്ട്, മറ്റുള്ള അനന്തരാവകാശികൾ അത് അനുവദിക്കുകയും ചെയ്താൽ, പുറത്തല്ല അല്ലെങ്കിൽ പുറത്താണ്, മറ്റുള്ള അനന്തരാവകാശികൾ അത് അനുവദിച്ചില്ലെങ്കിൽ ഫലാ സ്വഹിയല്ല. ഇനി വഹൈസു സഹഹ്ന അൽ വഖഫ അവിൽ വസിയത്ത, വഖഫോ വസിയത്തോ ആവട്ടെ അത് സ്വഹിയാകും എന്ന് പറയുമ്പോൾ കഫാ ഖിറാഅത്തു ഷൈഇൻ മിനൽ ഖുർആനി, ഖുർആനിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് ഓതിയാൽ മതി, ഒരു ഖുൽ ഹുവല്ലാഹു ഒക്കെ, ബിലാ തഅയീനി സൂറത്ത് യാസീൻ, സൂറത്ത് യാസീൻ എന്ന് നിർണ്ണയിക്കലൊന്നുമില്ല അവിടെ. വൈങ്കാന ഗാലിബ് ഖസ്ദിൽ വാഖിഫ് ദാലിക, സാധാരണയിൽ വാഖിഫിൻ്റെ ഉദ്ദേശം അതാവാറാണെങ്കിലും യാസീനാണ് ഉദ്ദേശം ഉണ്ടാവാറ് എങ്കിലും അങ്ങനെ പ്രത്യേകമായി പറയാത്തത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ നോദിയാൽ മതി. കമാ അഫ്താ ബിഹി ശൈഖുന സംസമിയു വഖാല ബഅദു അസ്ഹാബിന, പക്ഷേ എന്തെങ്കിലുമൊക്കെ ഓതി എന്ന് പറയുന്നത് ഹാദാ ഇദാലം യത്തരിദു ഉർഫും ഫിൽ ബലദി, നാട്ടിൽ ഒരു പതിവ് നടന്നു വരുന്നില്ലെങ്കിലാണ്. എന്തെങ്കിലുമൊക്കെ ഖുർആനിൽ ഒരല്പം ഓതിയാൽ മതി എന്ന് പറയുന്നത് ഹാദാ, അത് ഇദാലം യത്തരിദ് നടന്നു വരുന്നില്ലെങ്കിലാണ് ഉർഫുൻ ഒരു പതിവ് നാട്ടിൽ, ബിഖിറാഅത്തി ഖദ്രി മാലൂമിൻ ഒരു നിശ്ചിത അളവ് പാരായണം ചെയ്യുന്ന ഒരു പതിവ്, ഒരു ജുസ് എന്നൊക്കെ, ഔ സൂറത്തി മുഅയ്യന യാസീന് പോലെ ഒരു നിശ്ചിത സൂറത്ത്. മാത്രമല്ല വാലിമുഹുൽ വാഖിഫു, വാഖിഫിന് അത് അറിയുകയും ചെയ്യും. ആ അവസ്ഥയിൽ ഇല്ല, ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഇത്തരം ഒരു പതിവ് നാട്ടിലുണ്ട്, ആ പതിവ് വഖഫ് ചെയ്യുന്ന ആൾക്ക് അറിയും ചെയ്യുക, ആ നിലക്ക് പ്രത്യേകം പറയാതെ വഖഫ് ചെയ്താൽ ഫലാ ബുദ്ദ മിൻഹു, അപ്പോൾ ആ നാട്ടിലെ പതിവ് നടപ്പാക്കൽ നിർബന്ധമാണ്. ഇത് കാരണം ഉർഫുൽ ബലദി ഒരു നാടിൻ്റെ പതിവ്, അൽ മുത്തരിദി നടന്നു വരുന്ന, ഫീ സമനിഹി വാഖിഫിൻ്റെ കാലത്ത് നടന്നു വരുന്ന നാട്ടിലുള്ള ഒരു പതിവ്, ബിമൻസിലത്തി ഷർത്തിഹി വാഖിഫ് ഷർത്ത് വെക്കുന്നതിൻ്റെ സ്ഥാനത്താണ്. ഷർത്ത് വെച്ചാൽ എന്തായാലും അത് പാലിക്കപ്പെടണമല്ലോ. അപ്പോൾ ഷർത്ത് വെച്ചിട്ടില്ലെങ്കിൽ പോലും വഖഫ് ചെയ്യുന്ന സന്ദർഭത്ത് നാട്ടിൽ വരുന്ന ഒരു പതിവ് അവൻ നിബന്ധന വെക്കുന്നതിൻ്റെ ഷർത്താണ്. നിബന്ധന വെച്ചാൽ വലവു ഷറത്തൽ വാഖിഫ് ഷൈഅൻ യുഖ്സദു, ഒരു പ്രധാനമായ ഒരു വസ്തു, ഒരു സംഗതി ഷർത്ത് വെച്ചാൽ, ഷൈഅൻ ഒരു വസ്തു ഒന്നിന് ഷർത്ത് വെച്ചു, യുഖ്സദു അത് ഒരു ഉദ്ദേശിക്കപ്പെടുന്ന, ഒരു പ്രാധാന്യം നൽകപ്പെടുന്ന, ആളുകളൊക്കെ കരുതുന്ന, പ്രധാനമാക്കപ്പെടുന്ന ഒരു കാര്യമാണെങ്കിൽ, ഉദാഹരണത്തിന് ഞാൻ എൻ്റെ ഭൂമി വഖഫ് ചെയ്തു, അതാർക്കും വാടക കൊടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു വർഷത്തേക്കല്ലാതെ വാടക കൊടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ
പള്ളിയിലെ ജീവനക്കാർക്ക് വഖഫ് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു എല്ലാവരും തുല്യമായിരിക്കണം അതിൽ എടുക്കുന്നത്, അല്ലെങ്കിൽ ഖത്തീബിന് കൂടുതലുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും തുല്യമാണ്, അല്ലെങ്കിൽ ഇത്ര ഇങ്ങനെയൊക്കെ ഷർത്ത് വെച്ചാൽ, അല്ലെങ്കിൽ ഈ പള്ളി മദ്രസ അല്ലെങ്കിൽ മക്ബറ ഇന്ന വിഭാഗത്തിന് മാത്രമായിരിക്കും, ഇങ്ങനെയൊക്കെയുള്ള നിബന്ധന വെച്ചാൽ അതൊക്കെ സാധാരണ ഉദ്ദേശിക്കപ്പെടുന്ന ആളുകൾ കരുതുന്ന മനസ്സിലാക്കുന്ന ഓരോ ഷർത്തുകളാണല്ലോ. ഉത്തുബിയ, ആ ഷർത്തുകളൊക്കെ പാലിക്കപ്പെടണം. ലറൂറത്തിൻ്റെ അവസ്ഥയിലൊഴികെ, ബുദ്ധിമുട്ടിൻ്റെ അവസ്ഥയിലൊഴികെ, ബുദ്ധിമുട്ട് വരാത്ത കാലത്തോളം ആ നിബന്ധനകൾ പാലിക്കണം. ഓരോ ഷറത്തിൽ വാക്കിഫ് ഷർത്ത് വെച്ചു ഷൈഅൻ യുഖ്സദു കശർത്തി അല്ലാ യുജറ മുത്ലഖൻ, നിരുപാധികം വാടക കൊടുക്കരുത് എന്ന ഷർത്ത്. ഒരു കാലത്തും വാടക കൊടുക്കാൻ പാടില്ല. അല്ലെങ്കിൽ ഔ ഇല്ലാ കഥ, അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയമല്ലാതെ, കസനത്തിന് ഒരു വർഷമൊക്കെ. അല്ലെങ്കിൽ ഔ അൻ യുഫല്ലല ബഅ്ദുൽ മൗഖൂഫി അലൈഹിം, മൗഖൂഫ് അലൈഹിൽ നിന്ന് ചിലർക്ക് മറ്റു ചിലരേക്കാൾ അധികമായി നൽകപ്പെടണം. ഇഫല്ലല ശ്രേഷ്ഠമാക്കപ്പെടണം. മൗഖൂഫ് അലൈഹിയിൽ നിന്ന് മറ്റു ചിലരേക്കാൾക്ക് അധികമായി നൽകപ്പെടണമെന്ന ഷർത്ത്. ഉദാഹരണം വല ഉൻസ, സ്ത്രീകൾക്ക് കൂടുതൽ നൽകണം, അല്ലാതെക്കിന് ആണിനേക്കാൾ. ഔ യുസവ്വ ബൈനഹും, അല്ലെങ്കിൽ അവർക്കിടയിൽ തുല്യത പാലിക്കപ്പെടണം എന്ന ഷർത്ത്. മറ്റൊരു ഷർത്ത് അബിഖ്തിസാസിനെ ഹബി മസ്ജിദിൻ ക മദ്രസത്തിന് മക്ബറ, മദ്രസ മക്ബറ പോലെയില്ല പള്ളി പോലെയുള്ളത് സ്വന്തമായിരിക്കുമെന്നും, ബി തായിഫത്തിന് ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രമായിരിക്കും, ഇഖ്തിസാസ് ഒരു സംഘത്തിന് മാത്രമായിരിക്കും തുടങ്ങിയ ഷർത്തുകൾ. ഷാഫിയാക്കൾക്ക് മാത്രമായിരിക്കും ഈ പള്ളി, അല്ലെങ്കിൽ സുന്നികൾക്ക് മാത്രമായിരിക്കും, അല്ലെങ്കിൽ ഈ കിണറ്റിലെ വെള്ളം ആ കോളനിയിലെ ആ പ്രദേശത്തെ ആ നിശ്ചിത വീട്ടുകാർക്ക് മാത്രമായിരിക്കും. ഇങ്ങനെയൊക്കെ വഖഫ് ചെയ്തു. അങ്ങനെ വഖഫ് ചെയ്താൽ ഉത്തുബിയ ഷർത്തുഹു ഫി ഗൈരി ഹാലത്ത്, ബുദ്ധിമുട്ടില്ലാത്ത എല്ലാ അവസ്ഥകളല്ലെങ്കിൽ, അത് ഇതിൽ മാത്രമല്ല ഏത് കാര്യത്തിലും ഷറൈനോട് യോജിക്കുന്നതല്ലാത്ത ഒരു ഷർത്തും പാലിക്കേണ്ടതില്ല. ഷറൈനോട് യോജിക്കുന്ന ഷർത്ത് പാലിക്കണം. കസായിരി ഷുറൂത്തിഹ, മറ്റ് ഷർത്തുകളെപ്പോലെ. അല്ലത്തി ലം തുഖാലിഫി ഷറ, ഷറൈനോട് എതിരായതല്ലാത്ത മറ്റ് ഷർത്തുകളെപ്പോലെ. ഷറൈനോട് എതിരായ ഷർത്ത് വെക്കാൻ പാടില്ല എന്നതാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ആ ഷർത്ത് പാലിക്കപ്പെടണമെന്ന് പറയാൻ കാരണം? വദാലിക്, ആ ഷർത്തിനെ പാലിക്കണമെന്ന് പറയാൻ കാരണം ലിമാ ഫീഹി മിൻ വുജൂഹിൽ മസ്ലഹ, അതിലൊക്കെ നന്മ ഉണ്ടായതുകൊണ്ടാണ്. വഖഫ് ചെയ്യുന്ന ആൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു നന്മയും നേട്ടവും ഭാവിയൊക്കെ കണ്ടിട്ട് ചെയ്യുന്നതായിരിക്കുമല്ലോ. അപ്പോൾ ഷറൈനോടെതിരായ നിബന്ധന വെച്ചാലോ നാം ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.